ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലയിലുള്ള ജനങ്ങൾക്ക് മുന്നിലോട്ട് പ്രകടന പത്രികയിലൂടെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിൽ 2 വാഗ്ദാനങ്ങൾ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പിലാക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിലൊന്ന് KSRTC വാഹനങ്ങളിലെ വനിതകളുടെ സൗജന്യ യാത്രയാണ്, മറ്റൊന്ന് വയോജന വകുപ്പ് എന്നുള്ളതാണ്. ഒപ്പം ആശാ വർക്കർമാർ, അതോടൊപ്പം തന്നെ പാചക തൊഴിലാളികൾ, ആയമാർ, ഇവരുടെയൊക്കെ പ്രതിമാസ വേതനത്തിൽ ഓണറേറിയത്തിൽ മാറ്റവും വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ അനുസരിച്ച് CP ജോൺ ആണ് നിലവിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന സൂചനയാണ്. നമ്മൾ ഇന്ന് ന്യൂസ് ടെൻസ് ആരംഭിച്ചത് തന്നെ ഈ വകുപ്പുകളിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്കടക്കം നൽകണം എന്ന ആവശ്യം ഉയർന്നു വരുന്നു, പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്ത് നിന്ന് എന്നതാണ്. അവിടെ ഇതാ ഈ KSRTCയിലെ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ സംശയങ്ങൾ നിരവധിയുണ്ട്. എല്ലാ വാഹനങ്ങളിലും ഈ സൗജന്യ യാത്ര ലഭിക്കുമോ? KSRTC തന്നെ ഓർഡിനറി ഉണ്ട്, ടൗണുകളിൽ മാത്രം ഉള്ള ബസ്സുകളുണ്ട്, ദീർഘദൂര സർവീസുകളുണ്ട്, അതിൽ തന്നെ ലക്ഷറി ബസ്സുകളുണ്ട്, AC ഉണ്ട്. ഏതൊക്കെ വാഹനങ്ങളിൽ ഒക്കെയാണ് നൽകാൻ പോകുന്നത്? അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ആ വാർത്തയിലേക്ക് പോകുമ്പോൾ കുറച്ച് വിവരങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുഗതാഗത വാഹനം ആയിട്ടുള്ള KSRTCയിൽ ഒരു ദിവസം ഏതാണ്ട് 23.5 ലക്ഷം പേർ യാത്ര ചെയ്യുന്നു എന്നതാണ് കണക്കുകൾ. ഒരു ദിവസം 23.5 ലക്ഷം യാത്രക്കാരാണ് ഈ പൊതുഗതാഗത സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ അതായത് 23.5 ലക്ഷം യാത്രക്കാരിൽ 45% സ്ത്രീകൾ ആണ് യാത്ര ചെയ്യുന്നത് എന്നതാണ്. അവിടെ മെജോറിറ്റി പുരുഷന്മാർക്കാണ് എന്നത് എടുത്തു പറയുന്നു. ഈ ഒരു പോയിന്റ് വളരെ നിർണായകമാണ്. അതായത് നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഒരു പുരുഷാധിപത്യവും ഉണ്ട് എന്നത് തന്നെയാണ് വസ്തുത. സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റയിലേക്ക് പിന്നീട് വരാം. ഇനിയിപ്പോൾ ഈ സൗജന്യ യാത്ര അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് പൊതുവിൽ നിരീക്ഷണം. അതായത് ഈ ഗതാഗത മേഖലയുമൊക്കെയായി ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്യുന്നവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വനിതകൾക്ക് സൗജന്യം അനുവദിച്ചാൽ ഈ 45% എന്നത് 55% വരെ ഉയർന്നേക്കാം. അങ്ങനെയെങ്കിൽ പൊതുസമൂഹത്തിൽ പുരുഷന്മാരുടെ ഒരു ഇടപെടൽ പോലെ സ്ത്രീകളുടെയും ഇടപെടൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ ഡേറ്റയിലേക്ക് വരാം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നിലവിൽ KSRTCയുടെ ഒരു പ്രാഥമിക കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് 5565 ബസ്സുകൾ ആണ് KSRTCയുടെ കീഴിൽ ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. അതിൽ തന്നെ ഒരു ദിവസം 4500 ബസ്സുകൾ സർവീസ് നടത്തും. നമുക്കറിയാം പല ബസ്സുകളും കാലപ്പഴക്കം ചെന്ന് പിന്നീട് കണ്ടം ചെയ്യേണ്ട ബസ്സുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നിലവിൽ 4500 ബസ്സുകൾ ഓരോ ദിവസവും നിരത്തിൽ ഇറങ്ങുന്നുണ്ട് KSRTCയുടേത് എന്നതാണ് കണക്കുകൾ. ഒരു ദിവസം KSRTCയുടെ സർവീസ് എന്നത് അതായത് 14.78 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു ദിവസം. അതൊരു വലിയ കണക്കാണ്. അതായത് KSRTC യാത്ര ചെയ്യുന്ന ദൂരമാണ്. ഈ ഇത്രയധികം ബസ്സുകളുടെ ആകെ കിലോമീറ്റർ പരിശോധിച്ചാൽ അത് 14.78 ലക്ഷം കിലോമീറ്റർ എന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും KSRTC എന്ന പൊതുഗതാഗത സംവിധാനം എത്രത്തോളം വിപുലമാണ്. ഒരേ റൂട്ടിൽ തന്നെയുള്ള പല സർവീസുകളുണ്ട്, പല തവണയായിരിക്കാം ഇത് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയധികം ദൂരം KSRTC ഒരു ദിവസം സർവീസ് നടത്തുമ്പോൾ ഈ സേവനത്തെയാണ് ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിവരത്തിലേക്ക് വരുന്നത്, ഇപ്പോൾ തന്നെ KSRTCയുടെ കാലങ്ങളായി KSRTC വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാം. മാറി മാറി വരുന്ന സർക്കാരുകൾ KSRTCയെ ലാഭകരമാക്കാൻ, അതായത് KSRTCയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് തന്നെ KSRTCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് മിച്ചം പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാറുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഓരോ മാസവും ഏതാണ്ട് 130 കോടി രൂപ സർക്കാർ KSRTCക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായി വരുന്നുണ്ട് എന്നതാണ് കണക്കുകൾ. അതിൽ തന്നെ 80 കോടിയോളം രൂപ പെൻഷൻ KSRTCയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ചു പോയവർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി മാത്രം സർക്കാർ മാറ്റിവെക്കുന്നു. ശമ്പളത്തിന് വേണ്ടി 50 കോടി രൂപ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അവിടേക്കാണ് വനിതകളുടെ സൗജന്യ യാത്ര കൂടി കടന്നു വരുന്നത്. അപ്പോൾ KSRTCക്ക് വീണ്ടും ബാധ്യതയുണ്ടാകുമെന്നും ഏതാണ്ട് 90 കോടി രൂപ
ഇനി അധികമായി കണ്ടെത്തേണ്ടതായി വരും. ഇപ്പോഴത്തെ ഒരു കണക്കുകൾ അനുസരിച്ച് പ്രതിമാസം 90 കോടി രൂപ അധികം കണ്ടെത്തിയാൽ മാത്രമാണ് വനിതകൾക്ക് സൗജന്യ യാത്ര നൽകാൻ സാധിക്കുകയുള്ളൂ എന്നതുമാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, KSRTCയിൽ യാത്ര ചെയ്യുന്ന 23.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ, അതിൽ 45% സ്ത്രീകൾ. അവർക്ക് വേണ്ടിയാണ് ഈ തുക കണ്ടെത്തേണ്ടതുള്ളത്. അതിന് ചില നേട്ടങ്ങൾ കൂടി സർക്കാരുകൾ ഉന്നമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സൗജന്യ യാത്ര ആരംഭിച്ചതിന് ശേഷം സ്ത്രീകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് സാരംഗുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാരംഗ്, എന്തായാലും UDF സർക്കാരിൻ്റെ വാഗ്ദാനം ആദ്യ ദിവസം തന്നെ, ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ പരിഗണിക്കുന്നു. ഇനി അതിലൊരു പിന്നോട്ട് പോക്കില്ല. പക്ഷേ ഇത് ഏതൊക്കെ സർവീസുകൾക്ക് ലഭ്യമാകും? ഇപ്പോൾ തന്നെ ഈ പൊതുഗതാഗത സംവിധാനത്തിൽ സൗജന്യം അനുവദിച്ചിട്ടുള്ള സ്റ്റേറ്റുകളിൽ എല്ലാ വാഹനങ്ങളിലും ഇത് പ്രകടമല്ല. ദീർഘദൂര സർവീസുകൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വരെയൊക്കെ സർവീസ് നടത്തുന്ന വാഹനങ്ങളുണ്ട്. അത്തരം വാഹനങ്ങളിൽ ഒക്കെ സൗജന്യ യാത്ര എന്നത് അത്ര പ്രായോഗികമാകുന്ന ഒന്നാണ് എന്ന് തോന്നുന്നില്ല. സർക്കാർ ഒരു വ്യക്തത ഉടനെ വരുത്തും. എന്തായാലും ജൂൺ 15 ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. എന്തെങ്കിലും സൂചനകളോ വിവരങ്ങളോ ലഭിക്കുന്നുണ്ടോ? ഏത് തരത്തിലുള്ള സർവീസുകൾ, ഏതൊക്കെ സർവീസുകൾ, ഏത് കാറ്റഗറിയിലുള്ള സർവീസുകൾ, അത് സംബന്ധിച്ച് സാരംഗ്. അഭിലാഷ്, തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പഠനം അല്ലെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഏത് റൂട്ടുകളിലായിരിക്കും അല്ലെങ്കിൽ ഏത് സർവീസുകളിലായിരിക്കും പ്രധാനമായും ഈ സൗജന്യ യാത്ര ലഭ്യമാക്കുക എന്നതാണ്. കാരണം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അല്പാൽപമായി കരകയറി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ സർക്കാർ സമയത്തടക്കം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിദിന നഷ്ടക്കണക്കിൽ നിന്നും ലാഭക്കണക്കിലേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തരത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നതും പിന്നീട് പല ബസ്സുകളും, അതായത് സർക്കാർ സഹായത്തോടു കൂടി തന്നെ ലക്ഷറി ബസ്സുകളും പല സർവീസുകളും ആരംഭിക്കുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ എങ്ങനെയായിരിക്കും സർവീസുകൾ, ഏത് സർവീസുകളിലായിരിക്കും? കാരണം കർണാടക പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ പ്രധാനമായും ചില സർവീസുകളിൽ മാത്രം, ചില റൂട്ടുകളിൽ മാത്രമാണ് നൽകുന്നത്. അത് നിശ്ചിത കിലോമീറ്റർ പരിധിയിൽ മാത്രമാണ് സൗജന്യ സർവീസ് നൽകുന്നതും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും KSRTCക്ക് പഠിച്ച് മാത്രമായിരിക്കും പുറത്തേക്ക് വരിക. അല്ലാതെ എടുത്തു ചാടി ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി തന്നെ വളരെ മോശമായി തുടരുകയാണ്. കാരണം ഈ ഒരു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടുകൂടി തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായം കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലടക്കം SBIയിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ് നിലവിലെ പ്രതിദിന കാര്യങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് എങ്ങനെ ഇത്തരത്തിൽ എടുത്തു ചാടിക്കൊണ്ട് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ കഴിയുമെന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നു. മാത്രമല്ല, ഇതിന് മുൻപത്തെ സർക്കാർ നൽകിയ സഹായത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു 100 കോടി അധിക തുക ഇതിനായി മാറ്റിവെക്കേണ്ടി വരും. അല്ലാതെ ഈ ഒരു KSRTC എന്നൊരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് മറ്റ് സർവീസുകളെ എങ്ങനെ ബാധിക്കും? അതായത് ഈ KSRTCയുടെ തന്നെ പല സർവീസുകളെയും ഈ ഒരു സൗജന്യ യാത്ര പല രീതിയിലും പരോക്ഷമായും നേരിട്ടും എല്ലാം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഇത് സ്ത്രീകളുടെ യാത്ര, അത് സ്ത്രീകളുടെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം സ്വാഭാവികമായിട്ടും സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സ്ത്രീകൾ കൂടുതലായി സർവീസുകളെ ബന്ധപ്പെടാനും അല്ലെങ്കിൽ സർവീസ് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അത് മറ്റ് സർവീസുകൾക്കും അത് പ്രതിഫലനം വരുമോ എന്ന കാര്യത്തിലടക്കം ചോദ്യം നിലനിൽക്കുന്നു. കാരണം ഈ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അടക്കം ചെറിയ ദൂരങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അത് ചെറിയ ദൂരത്തേക്കായിരിക്കും. അവിടെ അടക്കം ഈ ഒരു സൗജന്യം ലഭ്യമാക്കുമ്പോൾ അത് സർവീസുകളെ, നമുക്കറിയാം ഓരോ സർവീസുകളുടെയും ലാഭം കണക്കാക്കിയിട്ടാണ് ആ റൂട്ട് ലാഭകരമാണോ അല്ലയോ എന്ന് KSRTC തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകുമ്പോൾ അത് ഓരോ ബസ് സർവീസുകളെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അത് ഓരോ ബസ് സർവീസുകൾ, ഓരോ റൂട്ടുകളുടെയും ലാഭനഷ്ട കണക്കുകളിൽ കാര്യമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് റൂട്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ അതെങ്ങനെ മറികടക്കാൻ കഴിയും എന്ന കാര്യത്തിൽ അടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും KSRTCയുടെ ഭാഗത്തു നിന്നും വ്യക്തത വരുത്തേണ്ടതിന്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ഭീമമായ നഷ്ടത്തിലേക്ക് പോകും. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രധാനമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു KSRTCയുടെ ഈ ഒരു സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് നൽകാതിരിക്കാനോ സർക്കാർ തയ്യാറല്ല എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട KSRTC കാലങ്ങളായി നടപ്പിലാക്കി വരുന്ന പല മാറ്റങ്ങളും നമുക്കറിയാം. 5500ഓളം ബസ്സുകൾ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് അതിൽ നിന്നും വളരെ കുറവാണ്, 4000-ലധികം ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അപ്പോൾ തന്നെ
ഇനിയും 700-അധികം ബസ്സുകൾ ഇനിയും വാങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഈ KSRTC എന്നൊരു സംവിധാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കും, അതെങ്ങനെ മറികടക്കാൻ കഴിയും, ഇതിലെല്ലാം പല മാറ്റങ്ങളും, അതായത് സ്ത്രീകളുടെ യാത്രക്കാരുടെ എണ്ണം കൂടുമെങ്കിലും പല പരോക്ഷമായിട്ടുള്ള ലാഭങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങളും ഇതിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത് പ്രകടമായി വരാൻ എത്ര സമയമെടുക്കും, അത്രയും സമയം ഈ KSRTC എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി നമുക്കറിയാം, KSRTCയുടെ പല ഉദ്യോഗസ്ഥരടക്കം പഠനം നടത്തിക്കൊണ്ടായിരിക്കും ഇതിൽ നടപ്പിലാക്കുക. അടുത്ത മാസം 15-ന് ആരംഭിക്കുമെങ്കിലും ഇതിന്റെ ജനറൽ ടിക്കറ്റിംഗ് അടക്കം പൂർത്തിയായ സ്ഥിതിക്ക് അതുമായി മുന്നോട്ട് വെച്ച് കണക്കുകൾ അടക്കമെടുത്ത് ആയിരിക്കും ഇതിന്റെ സർവീസുകൾ, ഏതൊക്കെ സർവീസുകളിലായിരിക്കും, ഏതൊക്കെ റൂട്ടുകളിലായിരിക്കും, ഏതൊക്കെ മേഖലകളിലായിരിക്കും സൗജന്യ ടിക്കറ്റ് നൽകുക എന്ന തീരുമാനമെടുക്കുക. അഭിലാഷ്. യെസ്, സാരംഗ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജെൻഡർ ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് KSRTCയിലെ വനിതാ യാത്രക്കാർ, പുരുഷ യാത്രക്കാർ ഇവരുടെയൊക്കെ ടാലി എടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു ടാലി ഇപ്പോഴും സർക്കാരിൻ്റെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് വിവരം. പക്ഷേ ആ ടാലിയോ കണക്കുകളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നതും ആണ് വസ്തുത. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടിയില്ല. അതിനൊക്കെയുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ വാഗ്ദാനങ്ങൾ നൽകുക എന്നതുകൂടിയായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.